എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തോമസ് കുട്ടി ബ്രദർ, ബെന്നി ബ്രദർ, പ്രിയപ്പെട്ട രാജായൻ, സഹോദരി സഹോദരന്മാരെ, ദേവദാസന്മാരെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സ്നേഹിച്ചിവിടെ കടന്നു വന്ന നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, 34 വർഷങ്ങൾക്ക് മുൻപ് ദൈവം എനിക്കൊരു മാലാഖയെ തന്നു. മാലാഖയുടെ പേരാണ് മിലൻ. 34 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്ന ദൈവം ആ മാലാഖയെ തിരികെ കൊണ്ടുപോയി. മാലാഖമാർ ഒത്തിരി കാലം ഭൂമിയിൽ വന്ന് നിൽക്കാറില്ല. വരും, ശുശ്രൂഷ തീർക്കും, പോകും. എൻ്റെ മിലനും അങ്ങനെ തന്നെ ശുശ്രൂഷ ചെയ്തു, കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി. യോബ് പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയും, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ ഉടമസ്ഥൻ ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ല. മില്ലൻ്റെ നിര്യാണ വാർത്ത അറിയുന്ന സമയത്ത് ഒരു ചോദ്യം എൻ്റെ ഭാര്യ ജെസ്സി കർത്താവിനോട് ചോദിച്ചു. കർത്താവേ, എന്തിനാണ് നീ അവളെ വിളിച്ചത്? കർത്താവ് പറഞ്ഞു, ഞാൻ അവളെ ഇവിടെ ഒരു നല്ല അപ്പോയിൻമെൻറ്റ് നടത്തിയതാണ്. ജെസ്സി വീണ്ടും ചോദിച്ചു, കർത്താവേ, വേറെ ആരെയെങ്കിലും പോരായിരുന്നോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, അവളാണ് ഏറ്റവും പറ്റിയ വ്യക്തി, മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺ കർത്താവ് കണ്ടു. അതുകൊണ്ട് കർത്താവ് സ്വർഗത്തിൽ നല്ലൊരു അപ്പോയിൻമെൻറ്റ് നടത്തി അവളെ എവിടെയാക്കി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്നെ ഇത്രയും സ്നേഹിച്ച ഒരു വ്യക്തി എന്തിനാണ് എന്നിൽ നിന്നും എടുത്തത്? കർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെയാണ്, 34 വർഷം ആ സ്നേഹം അനുഭവിപ്പാൻ നിനക്ക് ഞാൻ അനുവാദം തന്നില്ലേ? ഞാനങ്ങനെ തന്നില്ലായിരുന്നെങ്കിലോ, അങ്ങനെ ഒരു വ്യക്തി നിൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിലോ? ശരിയാണ്, കർത്താവ് തന്നില്ലായിരുന്നെങ്കിൽ ഈ സ്നേഹം അറിയുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. 2008 എൻ്റെ ജന്മദിനത്തിൽ അവൾ ഒരു പ്രസ്താവന എഴുതി ഒപ്പിട്ട് ഫ്രെയിം ചെയ്ത് എനിക്ക് തന്നു. അതവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്നു, ദിസ് ഈസ് ടു ഡിക്ലെയർ ദാറ്റ് വി ബാബു, മൈ ഓൺ അപ്പക്കുട്ടൻ,
is the greatest dad in the world. അതെ, സ്നേഹമായിരുന്നു എൻ്റെ മിലൻ. ചെറുപ്പം മുതൽ പ്രീ കിൻഡർ ഗാർട്ടൻ, ടൈനി ടോഡ്സ്, പിന്നീട് മൗണ്ട് കാർമേൽ 10ാം ക്ലാസ് വരെ, 2 വർഷം സെയിൻറ്റ് ആൻസ്, അതിനുശേഷം BSc നഴ്സിംഗ് കർണാടകയിലെ ബാഗൽകോട്ട്, MSc നഴ്സിംഗ് മൈസൂറിൽ JSS, അതിനുശേഷം ബെൽഗാമിൽ 1 വർഷം പർദേശ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചു. പിന്നീട് കാരിത്താസ് നഴ്സിംഗ് കോളേജിൽ പഠിപ്പിച്ചു. എറണാകുളം സുധീന്ദ്ര നഴ്സിംഗ് കോളേജിൽ പഠിപ്പിച്ചു. അസിസ്റ്റൻ്റ് പ്രൊഫസറായി. ആ സമയത്താണ് വീണ്ടും പഠിക്കാൻ വേണ്ടി കാനഡയ്ക്ക് പോകുന്നത്. 2 വർഷം അവിടെ പോയി പഠിച്ചു. പിന്നീട് 2 വർഷമായി ആതുര സേവനത്തിൻ്റെ ശുശ്രൂഷയിലായിരുന്നു. അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ ക്ലാസ്സുകളിലും 80% കൂടുതൽ മാർക്ക് വാങ്ങിച്ചാണ് അവൾ ജയിച്ചത്. അവളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, വളരെ സിൻസിയറായിരുന്നു. അവളെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും, അത് പ്രീ കിൻഡർ ഗാർട്ടൻ മുതൽ ഏറ്റവും ഒടുവിലത്തെ നിമിഷം, മരിക്കുന്ന നിമിഷം വരെ ഏറ്റവും സിൻസിയറായിട്ട് അവളെ ഏൽപ്പിച്ച സകല കാര്യങ്ങളും ചെയ്തു. 95 വയസ്സുള്ള ഒരു അമ്മച്ചിയെ കെയർ ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവൾക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത്. ഒരു ഫ്രണ്ടിനെ വിളിച്ച് ആംബുലൻസ് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പിന്നീടുള്ള 4 ദിവസങ്ങൾ വെൻറ്റിലേറ്ററിൽ കിടന്നു. ജൂൺ 5-ാം തീയതി കാനഡയിലെ ടൊറോൻറ്റോയിൽ നിന്ന് എൻ്റെ മാലാഖ കർത്താവിൻ്റെ അടുക്കലേക്ക് പറന്നുപോയി. ഇന്നിവിടെ നാം കാണുന്നത് അവളുടെ ഭൗതിക ശരീരം മാത്രമാണ്. ഈ ഭൗതിക ശരീരത്തിന് നമ്മളൊരു നല്ല യാത്രയപ്പ് കൊടുക്കണം. അതുകൊണ്ട് മരിച്ചു എന്നറിഞ്ഞ അവസരത്തിൽ തന്നെ അവർ ചോദിക്കുന്നു, ഇവിടെ തന്നെ സംസ്കരിക്കണമോ അതോ അയക്കണമോ? കോവിഡിൻ്റെ കാലമാണ്. എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റാണ്, പ്രത്യേകിച്ചും കാനഡയിലെ എല്ലാ കാര്യങ്ങളും. പക്ഷേ വളരെ നന്ദിപൂർവ്വം ഞാൻ ഓർക്കട്ടെ, സൂസൻ ആൻറ്റി ഞങ്ങളുടെ കസിനാണ്. ഈ ഇരിക്കുന്ന എൻ്റെ ചേട്ടൻ, അച്ഛൻ്റെ മോൻ ദീപക്കുട്ടൻ, 2 പേരും വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചതുകൊണ്ട് ഇന്നലെ തിരുവനന്തപുരം എയർപോർട്ടിൽ എൻ്റെ മകൾ എത്തിച്ചേർന്നു. ഇതിനു മുൻപ് അവൾ വന്നത് നെടുമ്പാശ്ശേരിയില്ല. അന്ന് ഞാനാണ് സ്വീകരിക്കാൻ വേണ്ടി കാറിൽ പോയത്. ഇന്നലെ ഞങ്ങൾ 6 പേര് ആംബുലൻസിലാണ് പോയത്. പക്ഷേ ജോസഫ് പറഞ്ഞു, എൻ്റെ അസ്ഥികൾ ഇവിടെ ഇട്ടേക്കരുത്, നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അസ്ഥികൾ കൊണ്ടുപോയി കൊള്ളണമെന്ന് ജോസഫ് അടുത്ത തലമുറയോട് പറഞ്ഞു. പുറപ്പാടിൻ്റെ സമയത്ത് മിസ്രൈമിൽ നിന്ന് മോശ ആ തിരക്കിനിടയിലും അത് മറക്കാതെ ജോസഫിൻ്റെ അസ്ഥികളുമായി പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് പോയതുപോലെ അവൾ ജീവിച്ചു വളർന്ന ഈ സ്വന്തം ഭവനത്തിലേക്ക് അവളുടെ ഭൗതിക ശരീരം കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് തന്നു. ആ സൂസൻ ആൻറ്റിയോടും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും ദീപക്കുട്ടനോടും എല്ലാം ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുക. 4 ദിവസം വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞാൻ അവിടുത്തെ ഡോക്ടറുമായി സംസാരിക്കും. ഓരോ നിമിഷവും വാർത്തകൾ കേൾക്കുമ്പോൾ ചങ്ക് തകരുകയാണ്. മരിക്കുന്നതിൻ്റെ തലേ ദിവസം സുനിൽ എന്ന് പറയുന്ന മർത്തമായിലെ അച്ഛൻ ആ ICUവിൽ കടന്നു ചെന്നു. ആരെയും കയറ്റാത്ത ആശുപത്രിയാണ്. അച്ഛനെ കയറ്റി. അച്ഛനോട് ചെന്ന് മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ ബോധമില്ലാതെ കിടക്കുകയാണ്. എങ്കിലും
അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസമാണ് മിലൻ മരിക്കുന്നത്. അവളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, സിൻസിയറായിരുന്നു, വളരെ സിൻസിയറായിരുന്നു. മനോഹരമായ കൈയക്ഷരം, ഒന്നാന്തരമായി പാട്ടുപാടും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനിടയിൽ സ്മ്യൂളിൽ അവൾ പാട്ടുകൾ പാടുമായിരുന്നു. ഞങ്ങൾക്കത് അയച്ചു തരും. വേറെ ആരൊക്കെയാണ് കൂട്ടുകാരായിട്ടുള്ള പാട്ടുകാർ? ഇന്ന് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും അവളുടെ പാട്ടുകൾ മൊബൈലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേര് ഞങ്ങൾക്ക് അയച്ചു തന്നു, ഒത്തിരി പേര് ഞങ്ങളെ കേൾപ്പിച്ചു, ഒത്തിരി പേര് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾക്കൊരിക്കലും അറിഞ്ഞുകൂടാത്ത ആളുകൾ പോലും വിളിച്ചിട്ട് പറഞ്ഞു, ആമി, ആ ആമിയുടെ പാട്ട് ആമിക്ക് വേണ്ടി ഞങ്ങൾ പാടുകയാണെന്ന് പറഞ്ഞ് അവളുടെ പാട്ടുകളിൽ ചിലതൊക്കെ അവൾക്ക് വേണ്ടി സമർപ്പിച്ച് പാടി. നീലാകാശവും കടന്ന് ഞാൻ പോകും എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അതായിരുന്നുവെന്ന് അവർ പറയുന്നു. കൂടുണ്ട് പ്രിയനൻ ചാരവേ എന്നൊരു പഴയ ഗാനം. കൂടുണ്ടു പ്രിയനൻ ചാരവേ, ചാരും ഞാനാ മാറുവതിൽ, കേൾക്കുന്നു നാഥനിമ്പസ്വരം, മുൻപോട്ടു പോയിടാ. കൂടുണ്ടു പ്രിയനൻ ചാരവേ, ചാരും ഞാനാ മാറുവതിൽ, കേൾക്കുന്നു നാഥനിമ്പസ്വരം, മുൻപോട്ടു പോയിടാ. കാക്കയാലാഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിയിടും, വിശ്വസ്തനെന്നെ വിളിച്ചതാൽ നടത്തുമന്ത്യം വരെ. അവൾ പാടിയ പാട്ടുകളിലെല്ലാം പ്രത്യാശ തുടിച്ചു നിൽക്കുകയായിരുന്നു. കർത്താവിൻ്റെ മനോഹരമായ സന്നിധി കണ്ടുകൊണ്ട് പാടിയ പാട്ടുകൾ, അതെല്ലാം അവൾ എത്തിച്ചേരാൻ പോകുന്ന മനോഹരമായ ഭാഗ്യത്തിൻ്റെ അവസ്ഥയിലേക്കുള്ള അവളുടെ കാഴ്ചപ്പാടുകളായിരുന്നു. എൻ്റെ മകൾ ലവ്ലിൻ അവൾ സന്തോഷത്തിലിരിക്കുന്ന കാഴ്ച കണ്ടു. ലവ്ലിൻ്റെ കൂട്ടാളിയായി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഷാലുമോൻ ഈ മരിച്ചതിൻ്റെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ഒരു ദർശനം കണ്ടു. പൂക്കൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കാൻ പോവുക. മാലാഖമാരെല്ലാം ദ്രുതഗതിയിൽ ആ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച കൊട്ടാരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ചോദിച്ചു, എന്താ ഇവിടെ കാര്യം? മിലൻ വന്നിട്ടുണ്ട്. എന്നിട്ട് മിലൻ എന്ത് ചെയ്യും? അവൾ ഒരുങ്ങാൻ പോയിരിക്കുക. ഇന്നൊരു വലിയ ഫംഗ്ഷൻ ഇവിടെ നടക്കാൻ പോവുക. എനിക്ക് എൻ്റെ മിലനെക്കുറിച്ച് സങ്കടമില്ല. അവൾ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. രാജാവിൻ്റെ മടിയിലിരിക്കുക, എൻ്റെ യേശുവിൻ്റെ മടിയിലിരിക്കുക. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ. ഈ ലോകത്തിലെ ഒന്നിനും ഇനി ആ സന്തോഷത്തിൽ നിന്ന് അവളെ പുറകോട്ട് കൊണ്ടുപോരാൻ കഴിയുകയില്ല. അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം അവസാനിച്ച് എൻ്റെ കർത്താവിൻ്റെ ഭാഗ്യസന്നിധിയിൽ എത്തിച്ചേർന്നു. എന്നെ സന്ദർശിക്കാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ വന്നു. ഒത്തിരി പേര് വചനം പറഞ്ഞു, ഒത്തിരി പേര് പ്രാർത്ഥിച്ചു, ഒത്തിരി മെസ്സേജുകൾ പല രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി പേര് എനിക്ക് അയച്ചു. ശിവരാമൻ എന്ന് പറയുന്നൊരു പാസ്റ്റർ ഒരു ദിവസം എന്നെ കാണാൻ വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു. അദ്ദേഹം പുസ്തകം എനിക്ക് തന്നു. റോമർ 8:28 ഇതാണ് പുസ്തകത്തിൻ്റെ പേര്. ബ്രയൻ ഹ്യൂക്സ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. 14 വാക്കുകൾ മലയാളത്തിൽ.
അതിലെ ഓരോ വാക്കുകളെക്കുറിച്ചും വിശദമായി ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതിലൂടെ കുറേയൊക്കെ കടന്നു പോകാൻ എനിക്ക് കഴിഞ്ഞു. ലോകം ബാബു സാർ നിർഭാഗ്യവാനാണ്. 34-ാമത്തെ വയസ്സിൽ ഒരു മകളെ യാത്ര അയക്കേണ്ടി വന്നൊരു പിതാവ്. ലോകം നോക്കുമ്പോൾ സങ്കടത്തിൻ്റെ അവസ്ഥയാണ്, നിരാശയുടെ അവസ്ഥയാണ്. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രം വിശ്വസിക്കുന്നു. വചനം മാത്രം, യേശു മാത്രം, വിശ്വാസം മാത്രം, കൃപ മാത്രം. അവിടെയാണ് രക്ഷ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് നാം കാണുന്നു എന്നല്ല, അറിയുന്നു എന്നാണ്. കാണുന്നത് നന്മയായിട്ടല്ലായിരിക്കാം, പക്ഷേ ഞാൻ അറിയുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം അത് പറയുന്നു. ദൈവത്തിൻ്റെ വചനത്താലാണ് എല്ലാം നിർമ്മിക്കപ്പെട്ടതെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്താലാണ് ഞാനും നിങ്ങളും നിർമ്മിക്കപ്പെട്ടതെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിന് വള്ളിയും പുള്ളിയും മാറുകയില്ല. ആകാശവും ഭൂമിയും മാറിപ്പോകും, ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. കർത്താവ് നന്മയ്ക്ക് വേണ്ടി. കുറേ നന്മകളൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇനി കുറേ നന്മകൾ കൂടി എനിക്ക് വെളിപ്പെട്ട് കിട്ടുവാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു, എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർത്തതോർത്ത് ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ എൻ്റെ ആദരവുകൾ അർപ്പിക്കുന്നു. സർവശക്തനായ ദൈവം, അവനാണ് എല്ലാറ്റിൻ്റെയും നിർമ്മാതാവ്, അവനാണ് പരിപാലകൻ. അവൻ വിളിക്കുമ്പോൾ അവൻ്റെ അടുക്കിലേക്ക് നാം എല്ലാവരും ഒരിക്കൽ കടന്നു ചെല്ലണം. എന്നെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്ന അനേകം ദൈവദാസന്മാർ, അതിൽ ചില ആളുകൾ പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ഇടുക്കി ഡയസിസിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പ്രിയപ്പെട്ട ബിനു ബ്രദർ, അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, ഒരു വ്യക്തി ഈ ലോകത്തിലേക്ക് ദൈവം അയക്കുമ്പോൾ ദൈവത്തിന് ആ വ്യക്തിയെക്കുറിച്ചൊരു മിഷൻ ഉണ്ട്, ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ദൗത്യമല്ല. അവൻ യേശുവിനെ അറിയണം, അതാണ് ദൗത്യം. യേശുവിനെ അറിയുന്നതോടുകൂടി അവൻ്റെ ദൗത്യം തീർന്നു. ആ ദൗത്യം ഒരാൾ കണ്ടെത്തി കഴിഞ്ഞാൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവനെ കർത്താവായി അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഓരോ ദിവസവും ബോണസാണ്. അതിനുശേഷം ജീവിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. പക്ഷേ യേശുവിനെ അറിയാത്ത ആളുകൾക്ക് ജീവിതം കൊടുക്കണം, അവരുടെ ജീവിതം നീണ്ടു പോകണം, അവർ കർത്താവിനെ തിരിച്ചറിയണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഇപ്പോൾ ചിക്കു ബ്രദറിൻ്റെ കാര്യം പ്രിയപ്പെട്ട വിനോദ് ബ്രദർ പറഞ്ഞു. പാട്ടുകൾ പാടി അങ്ങനെ കർത്താവിൽ വിലയം പ്രാപിച്ച ചിക്കു ബ്രദർ, എൻ്റെ മോളും പാട്ടുകൾ പാടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി. ആ മോളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നന്മയ്ക്കായി എൻ്റെ കർത്താവ് ചെയ്തു. എൻ്റെ കുടുംബത്തോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും എല്ലാവരോടും അത് നന്മയ്ക്കാണെന്ന് പറയുവാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അവനെ രക്ഷകനായി അംഗീകരിച്ച് ജീവിതം അവൻ്റെ കൈകളിൽ കൊടുത്ത് അവന് വേണ്ടി ജീവിക്കണം. കാരണം ആകാശവും മാറും, ഭൂമിയും മാറും, ഈ വചനം ഒരിക്കലും മാറുകയില്ല. നന്മയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ സ്നേഹിക്കുകയും എന്നോട് സഹകരിക്കുകയും അനേക കാര്യങ്ങളിൽ എനിക്ക് ഉപദേശങ്ങൾ തരികയും എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. തോമസ് ബ്രദറും ബെന്നി ബ്രദറും തങ്കു ബ്രദറും ഒക്കെ പലതവണ എന്നെ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്തു. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. സഭാവിഭാഗങ്ങളുടെ വ്യത്യാസം കൂടാതെ എത്രയോ അച്ഛന്മാർ ഇവിടെ കടന്നു വന്നു, എത്രയോ ആളുകൾ എന്നെ സ്നേഹിക്കുന്നവർ ഇവിടെ വന്നു, എത്രയോ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇവിടെ വന്നു. പ്രത്യാശയുടെ വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി. അതുകൊണ്ട് ഇന്ന് സന്തോഷത്തോടെ ഞാൻ എൻ്റെ മകളുടെ ഭൗതിക ശരീരത്തിന് യാത്രയപ്പ് നൽകുകയാണ്. ആത്മാവ് ജൂൺ 5-ാം തീയതി എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഈ ഭൗതിക ശരീരത്തിന് നമ്മൾ യാത്രയപ്പ് നൽകുന്നു. അതിൽ സഹകരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലിരുന്നുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്
എൻ്റെ കർത്താവിന് സകല സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.